PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് CPIM യുവ നേതാവ് പണം തട്ടിയെന്ന ആരോപണം നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം നാട്ടിൽ പലതരം തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്നും ശക്തമായ നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ മറുപടി നൽകി. ഇവിടെ PSC അംഗങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നതോ അവരെ നിയമിക്കുന്നതോ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിയുടെ ഭാഗമായിട്ടാണ് എന്ന് ആർക്കും പറയാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ PSC അംഗങ്ങളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള വഴിവിട്ട രീതികളും ഉണ്ടാകാറില്ല. മറ്റ് പ്രശ്നങ്ങൾ തട്ടിപ്പുകൾ പലതരത്തിൽ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ. ഏതെല്ലാം തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് വേണ്ടി ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയുള്ള തട്ടിപ്പുകൾ നാട്ടിൽ നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ സ്വാഭാവികമായി ഉണ്ടാകുമെന്ന് തന്നെയാണ് അതിൽ കാണേണ്ടത്. പണം വാങ്ങി PSC അംഗങ്ങളെ നിയമിക്കുന്ന രീതി CPIMന് ഇല്ലെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ വ്യക്തമാക്കി. കോഴിക്കോട്ടെ തട്ടിപ്പ് ആരോപണത്തിൽ പാർട്ടിയും സർക്കാരും നടപടിയെടുക്കും. മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ ആർക്കും ആരോപണം ഉന്നയിക്കാമല്ലോ എന്നും MB ഗോവിന്ദൻ പ്രതികരിച്ചു. ഞങ്ങൾ PSC മെമ്പർമാരെ നിശ്ചയിക്കാൻ വേണ്ടി പൈസ വാങ്ങിയിട്ട് നിശ്ചയിക്കുന്നതല്ല. CPIMൻ്റെ നിയമന രീതി എല്ലാവർക്കും അറിയുന്നതാണ്. നല്ല മെറിറ്റ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ആളുകൾ മാത്രമേ PSC മെമ്പറെ പോലുള്ള ആ സ്ഥാനങ്ങളിലൊക്കെ നിശ്ചയിക്കുമ്പോൾ അതെല്ലാം തെറ്റായ രീതിയിലുള്ള ചില സമീപനങ്ങളാണ് ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് പാർട്ടി പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കും. റിയാസ് അത് കൃത്യമായിട്ട് നിഷേധിച്ചു. യാതൊരു തരത്തിലുള്ള ബന്ധപ്പെടലും അതിനകത്ത് മാത്രമല്ല ഞങ്ങൾക്കറിയാലോ ഇല്ലാന്ന്. അത് വേറെ അന്വേഷിക്കേണ്ട കാര്യമില്ല. അതായത് PSC മെമ്പർമാരെ തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയാം. സെക്രട്ടേറിയറ്റ് വഴി ബന്ധപ്പെട്ടുള്ളവരാണ് ഞങ്ങളെല്ലാം. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് ധാരണയുള്ളതാണ്. ആ ധാരണ വേറെ അന്വേഷിക്കേണ്ട കാര്യമില്ല. ആരോട് നിങ്ങളിൽ ഉള്ളിടത്തോളം കാലം ആരോടും നല്ലോണം വന്നുകൊണ്ടിരിക്കും. നിങ്ങളെ പ്രധാനപ്പെട്ട പണിയെ ആരോടും ഉന്നയിക്കില്ലേ? തന്റെ പേര് വലിച്ചിഴച്ച് വ്യക്തിഹത്യ നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. തുടർച്ചയായി നെഗറ്റീവ് പ്രശ്നങ്ങളിലേക്ക് തന്നെ വലിച്ചെടുക്കുകയാണ്. അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ജനങ്ങൾക്കൊക്കെ അറിയാം. എന്നാൽ ഇങ്ങനെ വലിച്ചഴക്കുന്ന വിഷയങ്ങളിൽ വസ്തുതയൊന്നുമില്ല എന്ന് ബോധ്യമായാലും വലിച്ചഴക്കുന്നവർ അത് പിന്നീട് തിരുത്താനോ വിശദീകരിക്കാനോ തയ്യാറാകുന്നില്ല. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊരു അന്യായമല്ലേ ശരിക്കും? അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ അതിരുകളും കടന്നു വരുമ്പോൾ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളിൽ അടിസ്ഥാനരഹിത അസംബന്ധ കാര്യങ്ങളിലൊക്കെ തന്നെ ഇങ്ങനെ വലിച്ചഴക്കുന്ന നിലപാട് തുടരുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. PSC അംഗത്വം CPIM തൂക്കി വിൽക്കുകയാണെന്നും കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നും കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ പറഞ്ഞു. ഇന്ന് കോഴിക്കോട് നടക്കുന്ന പല മാഫിയയുടെ പിന്നിൽ കോറി മാഫിയ, മണൽ മാഫിയ, മദ്യമാഫിയ, സ്വർണ്ണക്കടത്ത് എല്ലാത്തിൻ്റെയും പുറകിൽ മന്ത്രി റിയാസിന്റെ നേതൃത്വത്തിലുള്ളൊരു സംഘമുണ്ട് എന്നുള്ളത് വാർത്ത വളരെ സജീവമായി പുറത്തു വരികയാണ്. എല്ലാത്തിലും മന്ത്രിക്ക് പങ്കുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇതേക്കുറിച്ചൊരു സമഗ്രമായ അന്വേഷണം വേണം. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ കേരളത്തിൽ, പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായ കേരളത്തിൽ പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ നിഷ്പക്ഷത ഉണ്ടാവില്ല, സത്യം കണ്ടെത്താൻ സാധിക്കില്ല. കോടതിയുടെ നിരീക്ഷണത്തിലുള്ള പോലീസ് അന്വേഷണമാണ് കോൺഗ്രസിൽ ആവശ്യപ്പെടുന്നത്. അതല്ലെങ്കിൽ ഈ ആരോപണങ്ങളൊക്കെ തന്നെ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം, സത്യം പുറത്തു വരണം. കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിക്കെതിരെ ഉയർന്ന പരാതിയിൽ പാർട്ടി തലത്തിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായി. അഭിജിത്ത്, ഈ പുതിയ വിവാദത്തെ, ഈ PSC നിയമനവുമായി ബന്ധപ്പെട്ട കോഴ ആരോപണത്തിൽ പാർട്ടി സ്വീകരിക്കാൻ പോകുന്ന ഒരു നിലപാട് എന്താണ്? ഏത് തരത്തിലുള്ള നടപടികളിലേക്കാണ് പാർട്ടി കടന്നിരിക്കുന്നത്? ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നത് ഇക്കാര്യത്തിൽ ഇങ്ങനെ സംഭവിക്കില്ല, ഇതിൽ അന്വേഷണം നടത്തും എന്ന് മാത്രമാണ്. ഇതിൽ കുറെ കൂടി ഗൗരവത്തിൽ അന്വേഷണം വേണം, കോടതിയുടെ മേൽനോട്ടത്തിൽ എന്ന ആവശ്യം കോൺഗ്രസ് ഉന്നയിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് CPM ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുക? ഗോപി, ഈ ഒരു വിവാദം CPMൽ പുതിയൊരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മന്ത്രി PA മുഹമ്മദ് റിയാസിനെതിരായ ആരോപണങ്ങളെ പ്രതിരോധിക്കുമ്പോഴും ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം CPMന്റെ ഉന്നത നേതൃത്വം എല്ലാം തന്നെ തള്ളുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിയമസഭയിൽ നാം കണ്ടത് അതാണ്. മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ സ്വാഭാവികമായ നടപടി ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുന്നു. അതായത് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് സമ്മതിക്കുകയാണ്. ഒപ്പം തന്നെ MB ഗോവിന്ദൻ
പ്രസിഡന്റിന്റെ മറുപടിയും അത്തരത്തിലുള്ളത് തന്നെയാണ്. ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ്, അതായത് ഏകദേശം 8-9 മാസങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി ഈ പരാതിക്കാർ ഡോക്ടേഴ്സായ ദമ്പതിമാർ CPM-ന്റെ പ്രാദേശിക നേതൃത്വത്തിന് നൽകുന്നത്. കൊട്ടുളി ഘടകത്തിനാണ് ആദ്യം ഈ പരാതി നൽകുന്നത്. കൊട്ടുളിയിലെ തന്നെ യുവ നേതാവായ പ്രമോദ് KV-യുടെ പേരിലായിരുന്നു ഈ ഒരു പരാതി. ഈ പരാതി പിന്നീട് ഈ കൊട്ടുളി ഘടകമാണ് ജില്ലാ കമ്മിറ്റിക്ക് കൈമാറുന്നത്. ജില്ലാ കമ്മിറ്റി പിന്നീട് മന്ത്രി മുഹമ്മദ് റിയാസ് കൂടി ഉൾപ്പെട്ട ഒരു പരാതിയായതിനാൽ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ഒരു തട്ടിപ്പ് നടന്നത് എന്നതിനാൽ തന്നെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് കൈമാറുന്നത്. തുടർന്നാണ് പ്രാഥമികമായ ഒരു കണ്ടെത്തൽ ഇങ്ങനെയൊരു തട്ടിപ്പ് നടന്നു എന്നുള്ളതിനെ തുടർന്ന് ഒരു 4-അംഗ കമ്മീഷനെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വയ്ക്കുന്നതും അന്വേഷണം നടത്തുന്നതും ഈ അന്വേഷണത്തിനൊടുവിലും ഇത്തരത്തിൽ ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു കണ്ടെത്തലിലേക്ക് തന്നെയാണ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം എത്തുന്നത്. ഏതായാലും ഗോപി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു നേതാവിനെതിരെ, യുവ നേതാവ്, അദ്ദേഹം CPM-ന്റെ കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗമാണ്, CITU-വിൻ്റെ ഭാരവാഹിത്വം വഹിക്കുന്ന ആളാണ്. അതിനാൽ തന്നെ ഇദ്ദേഹത്തിനെതിരെ ഒരു നടപടിക്കുള്ളൊരു സാധ്യത തെളിഞ്ഞു വരുന്നുമുണ്ട്. ജില്ലാ സെക്രട്ടേറിയറ്റിലെ തീരുമാനത്തിനൊടുവിൽ, ജില്ലാ സെക്രട്ടേറിയറ്റ് അടുത്ത ദിവസങ്ങൾ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. ഈ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഈ ഒരു പരാതിയിന്മേലുള്ള റിപ്പോർട്ട് പരിഗണിച്ചതിന് ശേഷം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കും എന്നുള്ളൊരു കാര്യം കൂടി നിലവിൽ പുറത്തു വരുന്ന വാർത്തകളിലുണ്ട്. ഇദ്ദേഹത്തിൻ്റെ സ്ഥാനങ്ങളിൽ നിന്ന്, ഇദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നീക്കാനുള്ളൊരു നടപടിയാകും ഏതായാലും ഈ ഒരു ഘട്ടത്തിൽ പാർട്ടി കൈക്കൊള്ളുക. കാരണം PSC പോലെ ഒരു സ്ഥാപനത്തിലേക്ക് നടക്കുന്ന പ്രവേശനം അല്ലെങ്കിൽ അതിൽ അംഗത്വം എടുക്കൽ, ഇത്തരം കാര്യങ്ങൾ വളരെ ലഘുവായി ഒരു പാർട്ടിയുടെ യുവ നേതാവ് വിചാരിച്ചാൽ നടക്കുന്നത്ര ലളിതമാണോ? അല്ലെങ്കിൽ അത്തരത്തിൽ ഇതിൻ്റെ വിശ്വാസ്യതയെ തന്നെ കളങ്കപ്പെടുത്തുന്ന രീതിയിലാണ് ഈ ഒരു തട്ടിപ്പ് നടന്നത് എന്നുള്ളൊരു വിലയിരുത്തൽ പാർട്ടിക്കുണ്ട്. അതിനാൽ തന്നെ കൃത്യമായ രീതിയിലുള്ളൊരു നടപടി ഈ കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടി ഈ ഒരു ഘട്ടത്തിൽ പാർട്ടി തീരുമാനവും എടുത്തിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയം നിലവിൽ പാർട്ടിക്കകത്ത് പാർട്ടിതല അന്വേഷണം എന്ന രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ അങ്ങനെയല്ല, ഇത് കോടതിയുടെ നിരീക്ഷണത്തിൽ പോലീസ് അന്വേഷണം ഈ ഒരു ഘട്ടത്തിൽ ആവശ്യമാണ് എന്നുള്ളൊരു കാര്യമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. രാവിലെ കോൺഗ്രസ് കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടത് ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് അത് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് എന്നുള്ളതാണ്. കോഴിക്കോട് കേന്ദ്രീകരിച്ച് CPM-ന്റെ വലിയൊരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. ഈ മാഫിയ ഇത്തരത്തിലുള്ള പല ഇടപാടുകളും, റിയൽ എസ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള പല ഇടപാടുകളിലും മധ്യസ്ഥം വഹിക്കുന്നുണ്ട്. ഇത്തരത്തിൽ പല രീതിയിൽ പല രൂപത്തിൽ പണം തട്ടുന്ന ഒരു കേന്ദ്രം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിഭാഗം CPM-ന്റെ കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം അത് ഈ പാർട്ടിക്കകത്ത് ഒതുങ്ങി നിൽക്കരുത്, അത് പോലീസിലേക്ക് എത്തണം. കോടതിയുടെ ഇടപെടൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ എന്നുള്ള ഒരു കാര്യം കൂടി നിലവിൽ കോൺഗ്രസ് വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഇത് CPM-ന് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രശ്നം അത് ചെറുതല്ല. കാരണം ഇത്തരത്തിൽ പണം ആവശ്യപ്പെടുക, ഏതാണ്ട് 22 ലക്ഷം രൂപയോളം ഈ യുവ നേതാവ് കൈക്കലാക്കി എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. നിലവിൽ പാർട്ടിതല അന്വേഷണം നടക്കുന്നുണ്ട്. ഈ പ്രമോദ് കൊട്ടുളി എന്ന യുവ നേതാവിനെതിരെ പാർട്ടിതല നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യവും ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട്. പോലീസിലേക്ക് ഈ പരാതി എത്തുമോ, ആ രീതിയിലുള്ള ഏതെങ്കിലും അന്വേഷണം നടക്കുമോ എന്നുള്ള ഒരു കാര്യം കൂടി ഈ ഘട്ടത്തിൽ അത്തരത്തിലുള്ള ഒരു ചർച്ച കൂടി ഉയർന്നു വരുന്നു. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട് നിന്ന്.